DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് മാസം 1 മുതൽ എല്ലാവരെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അറിയേണ്ട ആ മാറ്റങ്ങൾ ഏതൊക്കെയെന്ന് നോക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ഒന്നാമതായി, ബാങ്കുകളുടെ ATMകളിൽ സൗജന്യ ഇടപാടിനുള്ള പ്രതിമാസ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും മെയ് 1 മുതൽ 23 രൂപയും GSTയും നൽകണം. നിലവിലുണ്ടായിരുന്ന 21 രൂപയിൽ നിന്നും 2 രൂപയാണ് ഓരോ ATM ഇടപാടിനും വർദ്ധിക്കുക. ഓരോ മാസവും സ്വന്തം ബാങ്ക് ATMകളിൽ 5 ഇടപാടുകളാണ് സൗജന്യം. ഇതിനു പുറമെ ഇതര ബാങ്ക് ATMകളിൽ മെട്രോ നഗരങ്ങളിൽ 3ഉം മറ്റ് സ്ഥലങ്ങളിൽ 5ഉം ഇടപാടുകൾ സൗജന്യമാണ്. ഇതിന് ശേഷമുള്ള ഇടപാടുകൾക്ക് ഈടാക്കി വന്നിരുന്ന നിരക്കുകളിലാണ് വർധന വന്നിരിക്കുന്നത്. രണ്ടാമത്, മെയ് 1 മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഉപയോഗിച്ച് സ്ലീപ്പർ അല്ലെങ്കിൽ AC കോച്ചുകളിൽ യാത്ര ചെയ്യുവാൻ സാധിക്കില്ല. അത്തരം ടിക്കറ്റുകൾ കൈവശമുള്ളവർക്ക് ജനറൽ കോച്ചുകളിൽ മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കൂ. കൂടാതെ മുൻകൂട്ടി ടിക്കറ്റ് റിസർവ് ചെയ്യുന്നതിനുള്ള കാലയളവ് 120 ദിവസത്തിൽ നിന്ന് 60 ദിവസമായി കുറച്ചിട്ടുണ്ട്. ടിക്കറ്റ് റദ്ദാക്കിയാൽ റീഫണ്ട് വെറും 2 ദിവസം കൊണ്ട് കിട്ടും. മൂന്നാമത്തേത്, ഗ്യാസ് സിലിണ്ടർ വിലയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ മാസത്തിന്റെയും 1-ാം തീയതിയാണ് ഗ്യാസ് സിലിണ്ടർ റീഫിൽ വിലകൾ എണ്ണ കമ്പനികൾ പുനഃപരിശോധിക്കുന്നത്. എല്ലാ മാസത്തിന്റെയും 1-ാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ പുനഃപരിശോധിച്ച് മാറ്റങ്ങൾ വരുത്തുന്നത്. ഇതനുസരിച്ച് 19 കിലോഗ്രാം വരുന്ന വാണിജ്യ LPG ഗ്യാസ് സിലിണ്ടറിന്റെ വില ഏകദേശം 17 രൂപയാണ് മെയ് 1 മുതൽ കുറച്ചിരിക്കുന്നത്. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറയുന്നത് റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ആശ്വാസമാകും. എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറിന്റെ നിരക്കുകളിൽ മെയ് മാസത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അടുത്തത് KSEBയിൽ നിന്നുള്ള ഒരറിയിപ്പാണ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വൈദ്യുതി കുടിശ്ശികയുടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി KSEB പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മന്ത്രിസഭ 5ാം വർഷത്തിലേക്ക് കടക്കുന്ന 2025 മെയ് 20 മുതൽ 3 മാസക്കാലം ഏറ്റവും മികച്ച ഇളവുകളോടെ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ ദീർഘകാല കുടിശ്ശിക തീർക്കുവാൻ കഴിയും. 2 വർഷത്തിനു മേൽ പഴക്കമുള്ള കുടിശ്ശികകളാണ് ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കുവാൻ കഴിയുക. വൈദ്യുതി ബില്ല് കുടിശ്ശിക കാരണം വിച്ഛേദിക്കപ്പെട്ട കണക്ഷൻ കുടിശ്ശിക അടച്ചു തീർത്ത് പുനഃസ്ഥാപിക്കാനുമാകും. 10 കൊല്ലത്തിനു മേൽ പഴക്കമുള്ള കുടിശ്ശിക തുകയുടെ 18% നിരക്കിൽ വരുന്ന പലിശ പൂർണ്ണമായും ഒഴിവാക്കി നൽകും. 5 മുതൽ 10 വർഷം വരെയുള്ള കുടിശ്ശിക തുകയ്ക്ക് 18% പകരം 4%വും 2 മുതൽ 5 വർഷം വരെയുള്ള കുടിശ്ശിക തുകയ്ക്ക് 18% പകരം 6% എന്നിങ്ങനെ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ഈ പദ്ധതിയിലൂടെ ഒറ്റത്തവണ തീർപ്പാക്കുവാൻ കഴിയും. പലിശ തുക 6 മാസത്തെ തുല്യഗഡുക്കളായി അടക്കുവാനും അവസരമുണ്ട്. കുടിശ്ശികയായ വൈദ്യുതി ബിൽ തുകയും പദ്ധതിയുടെ ഭാഗമായി ഇളവ് കണക്കാക്കിയുള്ള പലിശ തുകയും ചേർത്ത് ഒറ്റത്തവണയായി അടച്ചു തീർക്കുന്നവർക്ക് ആദ്യമായി ബിൽ കുടിശ്ശികയിൽ, അതായത് പ്രിൻസിപ്പൽ എമൗണ്ടിൽ 5% ഇളവും ലഭിക്കും. അതായത് കുടിശ്ശിക ബില്ലിന്റെ 95% മാത്രം അടച്ചാൽ മതിയാകും. KSEB ഇത്രയേറെ ഇളവുകളോടെ കുടിശ്ശിക തീർപ്പാക്കുവാൻ അവസരമൊരുക്കുന്നത് ആദ്യമായിട്ടാണ്. അടുത്തത്, മെയ് 1 ശേഷം ചില ബാങ്കുകളുടെ സ്ഥിര നിക്ഷേപങ്ങളുടെയും സേവിങ്സ് അക്കൗണ്ടുകളുടെയും പലിശ നിരക്കിൽ മാറ്റം വരുന്നതാണ്. RBI 2 തവണ റിപ്പോ നിരക്കുകൾ കുറക്കുവാനുള്ള തീരുമാനമെടുത്തതിനെ തുടർന്ന് പല ബാങ്കുകളും അതിനുശേഷം പലിശ നിരക്കുകൾ കുറക്കുന്നത് തുടരുകയാണ്. എവിടെ നിക്ഷേപിക്കണം അല്ലെങ്കിൽ വായ്പ എടുക്കണമെന്ന് തീരുമാനിക്കുവാൻ ഉപയോക്താക്കൾ പുതിയ നിരക്കുകൾ പരിശോധിക്കുക. അടുത്തത്, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന 62 ലക്ഷത്തോളം പേർക്കുള്ള അറിയിപ്പാണ്. മെയ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപ എല്ലാവർക്കും ലഭിക്കും. മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം 1 മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക കൂടി നൽകുവാൻ സർക്കാർ തീരുമാനിച്ചതിനെ തുടർന്നാണിത്. മെയ് 15 ശേഷം 3200 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കും. അടുത്തത്, മെയ് മാസത്തിലെ റേഷൻ വിതരണമാണ്. മെയ് മാസം 6-ാം തീയതി ചൊവ്വാഴ്ച മുതലായിരിക്കും ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. മെയ് 3 ശനി വരെ ഏപ്രിൽ മാസ റേഷൻ തന്നെ വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് മെയ് മാസത്തിലെ റേഷൻ 6-ാം തീയതി മുതൽ വിതരണം ചെയ്താൽ മതിയെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.